ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് MEG 1 ബ്രിട്ടീഷ് പോയട്രിയിലെ ബ്ലോക്ക് 6 വരുന്ന റൊമാൻറ്റിക് പോയറ്റ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയായ വില്യം ബ്ലേക്കിൻ്റെ 2 പോയംസാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ലാസ്റ്റ് ഇയർ ഞാൻ MEG 14 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി വീഡിയോസ് വേണമെന്ന്. പക്ഷേ എനിക്ക് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണം ഇടാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ക്ലിയർ ആയിക്കൊണ്ട് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ഇടാൻ പോകുന്നത്. അപ്പോൾ 2020 ഡിസംബറിൽ 2 പ്രാവശ്യവും 2024 ജൂണിലും ഡിസംബറിലും അതുപോലെ തന്നെ മിസ്സായ ഒരു ഇയറുണ്ട് 2021 ഡിസംബറിൽ ചിമ്നി സ്വീപ്പർ എന്ന് പറയുന്ന വില്യം ബ്ലേക്കിൻ്റെ ഒരു പോയമും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് വില്യം ബ്ലേക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് പോയംസിലോട്ടൊക്കെ പോകാം. വില്യം ബ്ലേക്കിനെ പറ്റി സിംപ്ലസ്റ്റ് ഫോമിലുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് കൊടുത്തേക്കുന്നത്. റെഡി ടു റൈറ്റ് ഫോമിലുള്ള ഇൻട്രൊഡക്ഷൻ ഇല്ലേ അത്. അപ്പം വില്യം ബ്ലേക്ക് ഇംഗ്ലീഷ് പോയറ്റാണ്, പെയിൻറ്ററാണ്, പ്രിൻറ്റ് മേക്കറാണ്. പിന്നെ റൊമാൻറ്റിക് ഏജിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ബൈബിളാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. റിലീജിയസ് മാനാണ്. പിന്നെ എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അമേസിങ് തിങ്സ് ഒക്കെ എന്തുണ്ടായാലും അത് ഗോഡിൻ്റെ പവറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണം. സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, കവിതാ സമാഹാരം അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പോയിംസ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ സോങ്സ് ഓഫ് ഇന്നസെൻസിൻ്റെ ഇയർ 1789 ആണ്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ആകുമ്പോൾ 1794. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസും ആണ്. വർഷം മറക്കാതെ പഠിക്കുക. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷമാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ 1794. റൊമാൻറ്റിക് പീരീഡിലെ വിഷണറി പോയറ്റാണ് ബ്ലേക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റുള്ള പോയറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പുറമേ ഒരു കാര്യങ്ങൾ കണ്ട് പോയട്രി എഴുതുവാണെങ്കിൽ നമ്മുടെ ബ്ലേക്ക് ഒരു കാര്യത്തിനെ ഡെപ്തിൽ അറിഞ്ഞ് ഇമാജിനേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാര്യമാണ് സ്പിരിച്വൽ റിയാലിറ്റീസിന്. ബ്ലേക്കിൻ്റെ വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കോൺട്രറീസ് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ബോഡി ആൻഡ് സോൾ, ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് റീസൺ. ഇതുപോലത്തെ കോൺട്രറീസ് ആണ് ഒരു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് വളർത്തിയെടുക്കുന്നതെന്നാണ് ബ്ലേക്ക് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഐഡിയ ആണ് നമ്മുടെ സോങ്സ് ഓഫ് ഇന്നസെൻസിനും സോങ്സ് ഓഫ് എക്സ്പീരിയൻസിനും ബേസിക് ആയിട്ട് വന്നത്. ബ്ലേക്കിൻ്റെ വർക്സിലെ മെയിൻ ഐഡിയ ആണ് കോൺട്രറീസ് എന്ന് പറയുന്നത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ബോഡി ആൻഡ് സോൾ, ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് റീസൺ. ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് വളർത്തുന്നത് എന്ന് ബ്ലേക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐഡിയ ആണ് നമ്മുടെ സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസും ഡെവലപ്പ് ആവാനുള്ള കാര്യം. ഇത് സോങ്സ് ഓഫ് ഇന്നസെൻസിൽ പറയുന്നത് എന്തുവാ, ഒരു കുട്ടിയുടെ കണ്ണിലൂടെയാണ്. ഇപ്പോൾ ലാമ്പിൽ തന്നെ കുട്ടിയുടെ കണ്ണിൽ കൂടെ കാണുന്ന രീതിയിലാണ് ആ പോയം പറഞ്ഞേക്കുന്നത്. പക്ഷേ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിനകത്ത് ഒരു പോയമാണ് ടൈഗർ എന്ന് പറയുന്നത്. ആ ടൈഗറിലോട്ട് വരുമ്പം ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്, എക്സ്പീരിയൻസസ്, കോംപ്ലക്സിറ്റീസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത സ്ലൈഡ് കണ്ടോ, ഞാനീ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. സോങ്സ് ഓഫ് ഇന്നസെൻസ് ആകുമ്പം മീഗ്നെസ്സിനെ പറ്റി പറയും, അതായത് ജെൻറ്റിൽനെസ് പോലത്തെ കാര്യങ്ങൾ. സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലോട്ട് വരുമ്പോൾ ഫെറോസിറ്റി, വയലൻസ്, ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. അടുത്തത് സോങ്സ് ഓഫ് ഇന്നസെൻസ്, വർഷം 1789, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, 1789. ഇതെഴുതിയാൽ അത്രയും ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക്. പിന്നെ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ. ഒരു കുഞ്ഞിൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണോ വേൾഡ് കാണുന്നത് അതുപോലെ. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലല്ലോ, അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും എപ്പോഴും. അത്രേ ഉള്ളൂ ഇവിടെയും പറയുന്നത്. അവിടെ നോ കറപ്ഷൻസ്, പിന്നെ ഹാർമോണിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോങ്സ് ഓഫ് ഇന്നസെൻസിൻ്റെ ഫീച്ചേഴ്സാണ് ഇനി കൊടുത്തേക്കുന്നത്. പ്യൂരിറ്റി, കൈൻഡ്നസ്, സിംപ്ലിസിറ്റി. പിന്നെ ഗോഡ് എപ്പോഴും ലവിങ് ആൻഡ് പ്രൊട്ടക്റ്റീവായിട്ടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ നേച്ചർ ജെൻറ്റിലാണ്, കംഫർട്ടിംഗ് ആണ്. സ്പീക്കർ ഒരു ചൈൽഡിനെ പോലെയാണ്. ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞൊരു കാര്യമാണത്. അടുത്തത് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, വർഷം 1794. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലോട്ട് വരുമ്പം ക്രൂവലായിട്ടും ഒപ്രസീവായിട്ടുമുള്ള കോംപ്ലക്സ് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നസെൻസ് ഡെസ്ട്രോയ് ചെയ്യുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതാണ് എക്സ്പീരിയൻസിൽ പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുമ്പം റിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ് ആയിരിക്കും. ചർച്ചിനെയും ഗവൺമെൻറ്റിനെയും സോഷ്യൽ ഇൻജസ്റ്റിസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും. സഫറിങ്, ഒപ്രഷൻ, മോറൽ കറപ്ഷൻ. പിന്നെ നമുക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായ കുട്ടികൾ, ഇന്നസെൻസിൽ പറയുന്ന കുട്ടികളെ പോലെ ആയിരിക്കത്തില്ല, നമ്മൾ ചോദ്യം ചെയ്യും. അവിടെ പേടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, പോയത്തിലോട്ട് പോകുമ്പോൾ സ്പീക്കർ ഒരു ചൈൽഡിൻ്റെ ടോണിലാണ് ലാമ്പിനോട് സംസാരിക്കുന്നത്. പോയം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ വൂളൻ ക്ലോത്തിങ് എങ്ങനെ, ഇതൊക്കെ എവിടുന്നാ എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണോ ചോദിക്കുന്ന ആ രീതിയിലാണ് സ്പീക്കർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, ഒരു ചൈൽഡും ലാമ്പും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ല. സ്പീക്കർ ഒരു ചൈൽഡിൻ്റെ ടോണിൽ സംസാരിക്കും, അത്രേ ഉള്ളൂ.
അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ ലാമ്പിനെ ജീസസ് ക്രൈസ്റ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ലാമ്പ് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എമേർജിങ് ഫ്രം ഗോഡ്, അതാണ് സോങ്സ് ഓഫ് ഇന്നസെൻസിലെ ലാമ്പ്. അതിന് ടൈഗറുമായിട്ട് കോൺട്രറി വന്ന് പറയുന്നുണ്ടോ, ഫിയർ ആൻഡ് ഫെറോസിറ്റി ആകുമ്പം ടൈഗർ. ഇതിനെപ്പറ്റി 2-3 പോയിൻ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ലവ്, സാക്രിഫൈസ്, ഡിവൈൻ ടെൻഡർനെസ്, അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ചൈൽഡ് അല്ലേ, അപ്പോൾ തന്നെ സിംപ്ലിസിറ്റി ആയിരിക്കുമല്ലോ അവിടെ മെയിനായിട്ട് വരുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കിടക്കുന്നുണ്ടോ, ലിറ്റിൽ ലാംബ് ഹൂ മെയ്ഡ് ദി. പോയം വായിച്ചവർക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന ലൈനാണ്. അതായത് ഹൂ മെയ്ഡ് ദി എന്ന് പറയുന്നതിന് മുമ്പ് വൂളൻ ക്ലോത്തിങ്, ഈ വൂളൻ ക്ലോത്തിങ് ആരാണ് നിനക്ക് തന്നത്, ഈ ടെൻഡർ വോയിസ് ആരാണ് നിനക്ക് തന്നതെന്നൊക്കെ ആ സ്പീക്കറായിട്ടുള്ള ചൈൽഡ് ലാമ്പിനോട് ചോദിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ തന്ന സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത സ്ലൈഡ് നോക്കാം. ഈ സ്ലൈഡ് കണ്ടോ, വ്യത്യാസമൊന്നുമില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ 20 മാർക്കിന്, അതാണ് വീണ്ടും ഞാൻ എലാബറേറ്റ് ആയിട്ട് അടുത്ത സ്ലൈഡിലും ഇങ്ങനെ തരുന്നത്. അടുത്ത പോയമാണ് ടൈഗർ. ടൈഗർ നമ്മൾ ആദ്യമേ പറഞ്ഞു, അതിനകത്ത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഫെറോസിറ്റി, അതുപോലെ തന്നെ പവർഫുൾ, ഫിയേഴ്സ്, ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ തീംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ പോയറ്റ് യൂസ് ചെയ്തേക്കുന്ന മെയിനായിട്ടുള്ളൊരു ഇമേജറിയാണ് നമ്മുടെ ബ്ലാക്ക് സ്മിത്തുമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് സ്മിത്ത് ഇങ്ങനെ തീയിൽ ഫോർജ് ചെയ്തൊരു ടൂൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലാണ് ടൈഗറിനെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് കൊടുത്തേക്കുന്നുണ്ടോ ആ ഡിഫറൻസ്. ഗുഡിനെ ഈ ലാമ്പായിട്ട്, ഈവിളിനെ ടൈഗറായിട്ടും പറയുന്നത്. ഇതിൽ ലാമ്പും ടൈഗറും തമ്മിലുള്ള കമ്പാരിസൺ കൊടുത്തേക്കുന്നുണ്ടോ, ലാമ്പിൽ ഇന്നസെൻസ് ആണെങ്കിൽ ടൈഗറിൽ എക്സ്പീരിയൻസ്, പ്യൂരിറ്റി ലാമ്പിലാകുമ്പം കറപ്ഷൻ ആയിരിക്കും ടൈഗറിൽ, ഫെയ്ത്ത് ആണെങ്കിൽ ഡൗട്ട്, ജോയ് അവിടെ സോറോ ആയിരിക്കും, ഹോപ്പ് ആണെങ്കിൽ ഡെസ്പെയർ ആയിരിക്കും. മനുഷ്യൻ്റെ ജീവിതം മനസ്സിലാക്കാനായിട്ട് 2 സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ബ്ലേക്ക് പറയുന്നത്. ഇന്നസെൻസ് നമ്മുടെ നാച്ചുറൽ ഗുഡ്നെസ് ആണ് പറയുന്നതെങ്കിൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഹാർഷ് റിയാലിറ്റീസ് ആയിരിക്കും. ഈ സ്ലൈഡ് ഉണ്ടോ, ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ ബ്രിട്ടീഷ് പോയട്രിയുടെ ബുക്ക് ഒരു കുട്ടി എനിക്ക് റെഫറൻസിന് വേണ്ടി തന്നത്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടോ, ലാംബ് ഈസ് ടേക്കൺ ഫ്രം വിച്ച് കളക്ഷൻ, ഏതാ ഞാൻ പറഞ്ഞതായിരുന്നു, സോങ്സ് ഓഫ് ഇന്നസെൻസ്. ടൈഗർ ഏതാ, സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. ബ്രിട്ടീഷ് പോയട്രിയിൽ 2020 മുമ്പും ശേഷവും റിപ്പീറ്റ് അടിച്ച് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അനുസരിച്ച് ഞാൻ ആദ്യം ഇട്ട് തരാം, ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. വില്യം ബ്ലേക്കിൻ്റെ ടൈഗറും ലാമ്പും കമ്പയർ ചെയ്ത് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അതാണ് ഞാൻ ആ രീതിയിൽ തന്നെ തന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാം എഴുതാൻ എല്ലാവർക്കും നന്നായിട്ട് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.